ഒരു ദിവസം കാട്ടിൽ ഖസാക്കിസ്ഥാനിൽ കല്ലുമഴ പെയ്തു. മീൻപഴ പെയ്യിക്കാൻ ശ്രമിച്ച മന്ത്രവാദിയാണ് ഇതിനു പിന്നിൽ എന്നാണ് റിപ്പോർട്ട്. മന്ത്രം തെറ്റിയതുകൊണ്ട് മീൻപഴ കല്ലുമഴയായി പെയ്യുകയായിരുന്നു. ഹഹാ ഹഹാ, മന്ത്രവാദിയായാൽ മന്ത്രം ശരിക്കു പഠിക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ പറ്റും. ഹമ്മേ കല്ല് ടിങ്. അയ്യോ, ഇവിടെ കല്ലുമഴയോ? ദാ പോണു. സ്വന്തം ജോലി തീർത്ത് തിരിച്ചു പോവുകയാ കള്ളക്കല്ല്. ഇതാരാ ഇതിന് പിന്നിലെന്ന് കണ്ടുപിടിക്കണം. അതാ കുട്ടൂസൻ. കുട്ടൂസാ, ഒരു സംഭവമുണ്ടായി. എൻ്റെ തലയിൽ കല്ല് വീണു അല്ലേ? ഹിഹി. അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഇതല്ലേ കല്ല്. ഹിഹി. അതെ, ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിലെത്തി? കല്ല് വിട്ടത് ഞങ്ങളാ, വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യാൻ. ഈ കടലാസിൽ ആരുടെയെങ്കിലും പേരെഴുതിയാൽ കല്ല് അവരുടെ തലയിൽ ചെന്ന് വീഴും, എന്നിട്ട് തിരിച്ച് നമ്മുടെ കയ്യിലെത്തും. ഡാഗിനിയുടെ പേരെഴുതി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഇവനാ. അല്ലെങ്കിലും ഇവന് തല തിരിഞ്ഞ ഐഡിയയെ തോന്നും. ഇനി ഞാൻ പുട്ടാലു അമ്മാവൻ്റെ പേരെഴുതി വിട്ടാലോ? അതിനു മുമ്പ് നമുക്ക് ആ മായാവിക്കൊരു ഏറ് കൊടുക്കണ്ടേ? അതെ, കല്ലിന് പിന്നാലെ പോയാൽ അവനെ പിടിക്കുകയും ചെയ്യാം. ഹിഹി. കല്ല് മായാവിയെ ഇടിക്കുമല്ലേ? ഇടിക്കും, പക്ഷേ വഴിക്ക് വേറെ ആരുടെയെങ്കിലും തലയിൽ ഇടിച്ചാൽ കല്ലിൻ്റെ ശക്തി പോകും. എഴുതടാ കടലാസിൽ മായാവിയുടെ പേര്. മായാവി. ഓഹോ, ഇതാണല്ലേ പരിപാടി. എഴുതി തീർന്നപ്പോഴേക്കും പോയി. ഇതെന്താ കല്ല് തിരിച്ചു വരുന്നത്? ഇത് നമ്മളെ ചുറ്റുകയാണല്ലോ. പോടാ കല്ലേ, മായാവിയുടെ അടുത്തേക്ക്. എന്തോ കുഴപ്പമുണ്ട്. ഇവൻ എഴുതിയത് തെറ്റിക്കാണും. മായാവി അദൃശ്യനായി അവരെ ചുറ്റുകയാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ലുട്ടാപ്പി, കല്ല് ചാടിപ്പിടിക്ക്, എന്നിട്ട് മാറ്റി എഴുതടാ. പിടിച്ചു. ഹിഹി, ഉഗ്രൻ ക്യാച്ചാണല്ലോ. അമ്മോ, ഞാനും പറക്കുന്നേ. താഴെ ഇറക്കണേ. ഇനി പെട്ടെന്ന് കുട്ടൂസൻ്റെ പിന്നിലേക്ക് പോകാം. അതോടെ അയ്യോ, എൻ്റെ തലയിൽ ഇടിച്ചേ. പോയി, കല്ലിൻ്റെ ശക്തി പോയി. അമ്മോ, എന്നെ ഇടിച്ചിട്ടേ, രക്ഷിക്കണേ. അമ്മോ.